Hello, my dear students. Good morning. Assalamu alaikum. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് 2x2 കോണ്ടിജൻസി ടേബിൾസിന് എങ്ങനെയാണ് അതിൻ്റെ ഈസി വേയിലൂടെ നമുക്ക് കൈ സ്ക്വയർ വാല്യൂ കണ്ടെത്തുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇക്വേഷൻ എ ഡി മൈനസ് ബി സി സ്ക്വയർ ഇൻറ്റു എൻ മീൻസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എല്ലാ വാല്യൂസും എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി സി പ്ലസ് ഡി എ പ്ലസ് സി, ദാറ്റ് ഈസ് എ പ്ലസ് ബി ആൻഡ് എ പ്ലസ് സി ഇൻറ്റു ദെൻ സി പ്ലസ് ഡി ആൻഡ് ബി പ്ലസ് ഡി എന്നുള്ള ആ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കൈ സ്ക്വയർ വാല്യൂ കിട്ടാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണ്ട, സം ഓഫ് ഒ സ്ക്വയർ ഒ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ എന്നുള്ള ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട, സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൈ സ്ക്വയർ വാല്യൂ കണ്ടെത്താം. കൈ സ്ക്വയർ വാല്യൂ കണ്ടെത്താം. ഇതാണ് 2x2 കോണ്ടിജൻസി ടേബിൾ. അപ്പൊ 2x2 കോണ്ടിജൻസി ടേബിളിന് മാത്രമേ ഉള്ളൂ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പ്രോബ്ലം നോക്കാം. ടെസ്റ്റ് വെദർ സൺസ് ഐ കളർ ആൻഡ് ഫാദേഴ്സ് ഐ കളർ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡാറ്റ ഗിവൺ ബിലോ. അപ്പൊ നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് സൺസ് ഐ കളറും സെക്കൻഡ് വൺ ഫാദേഴ്സ് ഐ കളറും. ഇവർ തമ്മിലുള്ള അസോസിയേഷൻ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ അസോസിയേഷൻ അല്ല ഇൻഡിപെൻഡന്റ് എന്നാണ് പറയുന്നത് അല്ലെ. ഇൻഡിപെൻഡന്റ് മീൻസ് നോട്ട് അസോസിയേറ്റഡ്. ഹിയർ null hypothesis 2 attributes, that is father's eye color and son's eye color. Eye color of sons and eye color of father are independent, that means not associated. This is the null hypothesis of chi-square test. അപ്പൊ ഇതെന്തായിരുന്നു, സെക്കൻഡ് മെത്തേഡ് ആണ് കൈ സ്ക്വയർ. സെക്കൻഡ് മെത്തേഡ് അല്ല, സെക്കൻഡ് യൂസ് ആണ് കൈ സ്ക്വയറിന്റെ ഇൻഡിപെൻഡൻസി ഓഫ് 2 ആട്രിബ്യൂട്ട്സ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. 2 ആകുമ്പോൾ 2x2 കോണ്ടിജൻസി ടേബിൾ, മോർ ദാൻ 2 വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ ഇൻഡിപെൻഡൻസി ഓഫ് ആട്രിബ്യൂട്ട്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ സ്ക്വയർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു 2x2 ടേബിൾ ആണ് അല്ലെ. 2x2 ടേബിൾ എന്ന് പറഞ്ഞാൽ 2 കോളം ആൻഡ് 2 റോസ് കിടക്കുന്ന ഒരു ടേബിൾ ആണ് ഇതുള്ളത് അല്ലെ. 2x2 കിടക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി ക്യാൻ യൂസ് ദ കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി മൈനസ് ബി സി സ്ക്വയർ ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ അതിൽ എ എന്താണ്, എ നമുക്ക് ഇങ്ങനെയാണ് അറിയില്ലേ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ, ദെൻ ബി എന്ന് പറഞ്ഞാൽ ആ ഒരു റോയിലുള്ള സെക്കൻഡ് വാല്യൂ, ബി സി ഡി. ഇങ്ങനെയാണ് എ ബി സി ഡി കൊടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ ഓരോ വാല്യൂസും പുട്ട് ചെയ്യുക. എ ഇസ് ഈക്വൽ ടു 230, ദെൻ ഡി ഈക്വൽ ടു 471, മൈനസ് ബി ഈക്വൽ ടു 148 ഇൻറ്റു സി ഈക്വൽ ടു 151 ഇൻറ്റു ദ ഹോൾ സ്ക്വയർ. അത് മൈനസ് ചെയ്തിട്ട് എ ഡിയിൽ നിന്ന് ബി സി മൈനസ് ചെയ്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്തതിന് ശേഷം ഹോൾ ടോട്ടൽ ആണ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. A plus b means 230 plus 148, that is 378 into then a plus c. A plus c എന്ന് പറയുമ്പോൾ എന്താണ്, 230 into 151, that is 381. then a plus c 230 plus 151. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് 133.3 ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം കോളത്തില് റോസിലാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം R-1 ആൻഡ് C-1 ആണ്. R എന്ന് പറഞ്ഞാൽ എത്ര റോസ് ഉണ്ട്. ഇവിടെ 2 റോസ് ഉണ്ടാവുള്ളൂ, കാരണം 2x2 ടേബിൾ ആണ് നമ്മൾ ചെയ്യുന്നത്. 2 - 1 ആൻഡ് C-1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദ ടേബിൾ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള 3.841 ആണ്. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ, സോ ദ നൾ ഹൈപ്പോത്തിസിസ് ഈസ് റിജക്റ്റഡ്. That means the son's eye color and father's eye color are associated. കാരണം നമ്മൾ നോട്ട് അസോസിയേറ്റഡ് ആണ് നൾ ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്. ഇതിനെ റിജക്ട് ചെയ്തു. സോ ദാറ്റ്സ് വൈ the son's eye color and father's eye color were associated. Okay. ഇതാണ് 2x2 ടേബിളിന് ചെയ്യേണ്ടത്. ഇതിലും കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഹോൾ ടോട്ടൽ എന്ന് പറഞ്ഞ് നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ കാണാം. ദെൻ എക്സ്പെക്റ്റഡ് വാല്യൂ ഒബ്സർവ്ഡ് വാല്യൂയിൽ നിന്ന് മൈനസ് ചെയ്ത് അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അത് ടോട്ടൽ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ് 2x2 ടേബിൾ. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് മൂവ് ചെയ്യാം.
അടുത്തതും സെയിം തന്നെയാണ്, 2 into 2 ടേബിൾ തന്നെയാണ്. നിങ്ങൾ നോക്കി ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങനെ വലുതാക്കുന്നുണ്ട്, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ. This attitude towards election influenced by economic status of workers. That is, economic statusum attitude towards electionum എന്താണ് associated ആണോ? അപ്പൊ നമ്മൾ hypothesis വെക്കും there is no association between economic status and attitude towards election. Then ഇവിടെ 2 into 2 ടേബിൾ ആണ്, കാരണം rich, poor. This is total column. The total column ആണ്, അത് കോളത്തിലല്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് 2 into 2 ടേബിൾ, ഇത് ടോട്ടൽ ആണ്, ഇതും ഇവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ കോളംസ് ആണ് എടുക്കേണ്ടത്. ഒരു മിനിറ്റ്, ഈ കോളം ഇത് 2 into 2 ഡാറ്റയാണ്. നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, എൻ്റെ ആൻസർ കിട്ടുന്നത് ഇതാണ്. ആൻസർ കിട്ടുന്നത് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ 19.011 ആണ് ടേബിൾ വാല്യൂ. ദെൻ കിട്ടുന്നത് 3.841 ആണ്. 841 ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ. സോ അസോസിയേറ്റഡ് ആണ്. എക്കണോമിക് സ്റ്റാറ്റസും ഇലക്ഷനും എന്താണ്? നോട്ട് ഇൻഡിപെൻഡന്റ്. നോട്ട് ഇൻഡിപെൻഡന്റ് മീൻസ് ഇൻഡിപെൻഡന്റ്, ഇൻഡിപെൻഡന്റ് ഓർ അസോസിയേറ്റ്. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം അത് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല, എങ്ങനെയാണ് ഡാറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് 2 groups of 100 people. 100 പീപ്പിളിന്റെ 2 groups ഉണ്ട്. Each were taken for testing the use of vaccine. 15% contracted the disease out of the inoculated person. Contracted the disease out of inoculated person. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? കോൺട്രാക്റ്റഡ് ഡിസീസ് ഒന്ന്, then next നോട്ട് കോൺട്രാക്റ്റഡ് ഡിസീസ്. ഇങ്ങനെ നമ്മൾ കോളാക്കി തിരിക്കണം. ഇന്നൊക്കുലേറ്റഡ് then നോട്ട് ഇന്നൊക്കുലേറ്റഡ്. ഞാൻ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. then 15%, ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. 15% കോൺട്രാക്റ്റഡ് ദി ഡിസീസ്. സോ നോട്ട് കോൺട്രാക്റ്റഡ് ഡിസീസ് എത്രയായിരിക്കും? 85 ആയിരിക്കും. അത് നമുക്ക് തന്നിട്ടില്ല. then while 25 contracted the disease in the other group, 25 means not inoculated. 25, that means balance 75 is not contracted, not inoculated persons. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇക്വേഷൻസിൽ ചെയ്യാം. അതൊന്ന് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെയാണ് അടുത്തത്. In a sample study about the tea habit in 2 towns following the data was observed in a sample size 100 each. Total sample is 100. അപ്പോൾ നമുക്ക് ടോട്ടലിന്റെ ഇവിടെ എന്ത് കിട്ടും? 100 ആണ് കിട്ടുന്നത്. ഓക്കെ, അതിൽ വരുന്ന ടൗൺ എ 51% were male and 31% were tea drinkers. മെയില് sorry, മെയില് പിന്നെ വരുന്നതായിരിക്കും ഫീമെയിൽ അല്ലെ? ഫീമെയിൽ ടീ ഡ്രിങ്കേഴ്സ് ആൻഡ് നോട്ട് ടീ ഡ്രിങ്കേഴ്സ്. ഇങ്ങനെ നമ്മൾ കോളാക്കി മാറ്റണം. മെയില് 51% വേർ മെയിൽ, 31% വേർ ടീ ഡ്രിങ്കേഴ്സ്. മെയിലിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 51 ആണ്.
100-ൽ 51% ആകുമ്പോൾ അത് വാല്യൂ ആയിട്ട് മാറുമ്പോൾ 51 ആയി നമുക്ക്. കാരണം ആ ഒരു കണ്ടീഷനാണ് chi-square ടെസ്റ്റിന്റെ പെർസെൻറ്റേജിൽ എടുക്കാൻ പാടില്ല. 100 പീപ്പിൾ ഉണ്ടെങ്കിൽ 51% മീൻസ് ദാറ്റ് ഈസ് 51. 51 ആണ് ടോട്ടൽ മെയിൽ ഉള്ളത് ടൗൺ എയില്. 51-ല് മെയിലില് 51% വേർ മെയിൽ, 31% വേർ ടീ ഡ്രിങ്കേഴ്സ്. 31% വേർ ടീ ഡ്രിങ്കേഴ്സ്. അപ്പോൾ നോട്ട് ടീ ഡ്രിങ്കേഴ്സ് എത്ര ആയിരിക്കും? 51-ൽ നിന്നും 31 പോയി കഴിഞ്ഞാൽ 20 ആണ് നോട്ട് ടീ ഡ്രിങ്കേഴ്സ് മെയിലിലെ ടോട്ടല്. ദെൻ അടുത്ത് പറയുന്നത് ടൗൺ ബി 46. 51% മെയിൽ വേർ മെയിൽ, 31% ടീ ഡ്രിങ്കേഴ്സ്, 90% വേർ മെയിൽ. സോറി, were male, 31% were tea drinkers, and 19% were male tea drinkers. 31% were tea drinkers and 19% were male tea drinkers. Then town B 46% were male, 46 ആണ് total percentage were tea drinkers, and 17% total tea drinkers ആണ്. 31% tea drinkers. tea drinkers ന്റെ total ആണ് 31%. നമുക്കിവിടെ ചെയ്യാം. ടോട്ടൽ ടീ ഡ്രിങ്കേഴ്സിന്റെ ടോട്ടൽ വരുന്നത് ഇങ്ങനെ വരുന്നതായിട്ട് ഇതിന്റെ കാൽക്കുലേഷൻസ് കാണിച്ചു തരാം. അതാണ് നമ്മൾ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. നമ്മളിവിടെ മെയിൽ ഫീമെയിൽ ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്. ഇത് ടീ ഡ്രിങ്കേഴ്സ് ഇവിടെ. 51% മെയിലാണ്. 51% മെയിൽ. ടോട്ടൽ മെയിൽ എന്ന് പറയുന്നത് 51%. 51. അതിൽ തന്നെ ടീ ഡ്രിങ്കേഴ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 31. അങ്ങനെ ആകുമ്പോൾ നോട്ട് ടീ ഡ്രിങ്കേഴ്സ് ഓഫ് 69, ടോട്ടൽ 100 ആണ്. Then 51% മെയിലുള്ളതിൽ 19% ടീ ഡ്രിങ്കേഴ്സ് ആണ്. 19% ടീ ഡ്രിങ്കേഴ്സ്. സോ നമുക്ക് നോട്ട് ടീ ഡ്രിങ്കേഴ്സ് നമുക്ക് കിട്ടും 32. Then ഫീമെയിലിന്റെ കേസ് പറഞ്ഞ് 12% ടീ ഡ്രിങ്കേഴ്സ് ആണ്. Then 49% ആണ് എന്ത് വരുന്നത്? കാരണം ഇവിടെ 51 ആണല്ലോ, അപ്പോൾ എന്തായിരിക്കും ഫീമെയില് 49 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കോണ്ടിജൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ടേബിൾ ഉണ്ടാക്കാൻ. ടേബിൾ ഉണ്ടാക്കിയതിനു ശേഷം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തെ യൂസ് ആണ് chi-square ടെസ്റ്റ് ഫോർ ഹോമോജീനിറ്റി. ഹോമോജീനിറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പൊ 2x2 ടേബിൾ അറിയില്ല, 3x3 ടേബിൾ, 3x2 ടേബിൾ. അതായത് കൂടുതൽ എണ്ണം എന്ത് ചെയ്ത് കൂടുതൽ ഗ്രൂപ്പ് ഓഫ് സാമ്പിൾസ് ഉണ്ടാവുമ്പോൾ അതിന്റെ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. അതായത് here we have more than one sample, unlike the test of independence where there is only one sample. One sample ഉള്ളപ്പോൾ തന്നെ കൂടുതൽ സാമ്പിൾ ഉള്ളപ്പോൾ നമുക്ക് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ്. സോ വെദർ ദീസ് സാമ്പിൾസ് ആർ ഹോമോജീനിയസ് ആസ് ഫാർ പർട്ടിക്കുലർ attribute is concerned and there is homogeneity, we conclude that a sample belong to same population or not. അതായത് കുറെ സാമ്പിൾസ് നമ്മൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണ്, എടുത്തിട്ട് നമുക്ക് അറിയില്ല ഇത് സെയിം പോപ്പുലേഷനിൽ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹോമോജീനിറ്റി. അപ്പൊ സെയിം പോപ്പുലേഷൻ എന്നാണ് എടുത്തെങ്കിൽ, ഒറ്റ പോപ്പുലേഷൻ എന്നാണ് ഈ സാമ്പിൾസ് ഒക്കെ എടുത്തെങ്കിൽ ആ സാമ്പിൾസ് എന്തായിരിക്കും, ഹോമോജീനിറ്റി ഉണ്ടായിരിക്കും. ഈ ഹോമോജീനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി. ഇതിനും chi-square ടെസ്റ്റ് യൂസ് ചെയ്യാം.
അപ്പൊ ഇവിടെ when the null hypothesis accepted we conclude that there is homogeneity. അപ്പൊ നമ്മൾ null hypothesis എന്തായിരിക്കും വെക്കുക? There is homogeneity between groups അങ്ങനെ വെക്കുന്നു. സോ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ homogeneity ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. From the adult population of 4 large cities, random samples were selected and the number of married and unmarried men were recorded. അപ്പൊ സിറ്റീസും മാരിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടോന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 4 cities ആണ് എടുത്തിട്ടുള്ളത്. 4 cities ABCD, then മാരീഡ് ആൻഡ് സിംഗിളിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ സിറ്റിയും മാരീഡും തമ്മിലുള്ള ആ ഒരു തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോമോജീനിറ്റി, ഇൻഡിപെൻഡൻസി അല്ല ഇവിടെ ഹോമോജീനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് കോളം ടോട്ടൽ, ഇവിടെ ഓ എന്തായിരിക്കും 137, 32, 164, 57, then 152 ഇങ്ങനെ പോകുന്നില്ലേ, ഓരോന്നും ഒബ്സർവ്ഡ് വാല്യൂ ആണ്. ഈ എന്തായിരിക്കും, ഈ കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഹോൾ ടോട്ടൽ. ഈ ഒരു ഇക്വേഷൻ ഓരോ ഇപ്പൊ 137 ആണെങ്കിൽ ആ 137ന്റെ എക്സ്പെക്ടഡ് വാല്യൂ എങ്ങനെ കാണാം, 137 ആണെങ്കിൽ അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ദാറ്റ് ഈസ് അതിന്റെ കോളം ടോട്ടൽ 169 ഇൻറ്റു അതിന്റെ റോ ടോട്ടൽ 600 ഡിവൈഡഡ് ബൈ ഹോൾ ടോട്ടൽ 780. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്ടഡ് വാല്യൂ കിട്ടുന്നു. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ കണ്ടോ 169 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 130 അങ്ങനെ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്ടഡ് വാല്യൂസ് കാണുന്നു. ബാക്കി ദ 4 cities ഓ ഇ ഇടുന്നു, ഓ മൈനസ് സി സ്ക്വയർ ഇടുന്നു, ഓ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ഇടുന്നു. ദറ്റ് ഈസ് 5.9 ആണ് നമുക്ക് സ്ക്വയർ വാല്യൂ കിട്ടുന്നത്. ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം മറ്റേ നമ്മള് ഇൻഡിപെൻഡൻസി ടെസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് കോളം -1 ആൻഡ് ആർ -1 എന്നുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കുന്നു. ഇവിടെ 3 ആണ്. നമുക്ക് ടേബിൾ വാല്യൂ കിട്ടിയത് 7.82 ആണ്. ദിസ് ഈസ് greater than calculated value 5.9. So the null hypothesis accepted. We accepted the null hypothesis. What is the null hypothesis? The homogeneity in samples. There is a homogeneity. The cities are identical. There is no significant variation among the cities in the tendency of men to marry. With the variation city and city മാറുന്നതനുസരിച്ച് മാരീഡുള്ള റിലേഷൻ മാറുന്നില്ല, സെയിം ആണ് എല്ലാ സിറ്റീസിലും. അപ്പൊ ഏത് സിറ്റീസിലും പോയാലും പെർസെൻറ്റേജ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹോമോജീനിറ്റി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 2 into 2 കോളാണ്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്യാം? chi square is equal to ad minus bc square into n divided by a plus b into c plus d into a plus c into b plus d എന്നുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇനിയൊരു ഇതിലൊരു നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു പ്രോബ്ലം വരാറുണ്ട് ചില സൈസിൽ. ഇപ്പൊ നമ്മൾ 2 into 2 ടേബിൾ എന്ന് പറഞ്ഞല്ലേ, 2 into 2 ടേബിൾ നമ്മൾ 2 കോളം ആൻഡ് 2 റോസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 5 ആണ് കിട്ടിയത്, ഇവിടെ 6 ആണ്, 4 ആണ്, 5 ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 4 ആണ് കിട്ടിയത്. 4 എന്ന് പറയുമ്പോൾ ഇവിടെ chi square ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം കോളത്തിൽ 5ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, chi square ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. ക്ലബ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, ക്ലബ് ചെയ്യാൻ ഇങ്ങോട്ട് മാറ്റല്ലേ, നമ്മൾ ഇങ്ങോട്ടാണ് മാറ്റുന്നതെങ്കിൽ 5 4 9, ദെൻ 6 5 11 ഇങ്ങനെ ആയിപ്പോവും. ഇങ്ങനെ ആയി പോകുമ്പോൾ ഇവിടെ എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ് ഉണ്ട്, 1 റോയും ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ വരിക, ഇവിടെ 2 കോളം, ഒറ്റ കോളം, ഒരു കോളം ആൻഡ് ഒരു റോസിലാണ് കിടക്കുന്നത്, 2 റോസിലാണ് കിടക്കുന്നത്. അപ്പൊ എങ്ങനെ വരും ഡാറ്റ? 2 റോസ്, 2 minus 1, 2 minus 1, then 1 minus 1 ഇങ്ങനെയാണ് വരിക അല്ലെ. 1 കോളം, ഒറ്റ കോളം 2 റോസ് ആണ് വരിക. 2 minus 1 എന്ന് പറയുമ്പോൾ 1,
then -1 into -1 minus 1 എന്നാകുമ്പോൾ 0. that is equal to 0. ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ് കിട്ടുക. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ, അതായത് നമ്മൾ ഈ കോളം വൈസ് ചെയ്യുമ്പോൾ 2 into 2 കോളത്തില് നമ്മൾ കോളത്തില് 5 or more ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പൂൾ ചെയ്യും അല്ലെ, പൂൾ ഓർ ക്ലബ് ചെയ്യും. അങ്ങനെ ക്ലബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റോസോ അല്ലെങ്കിൽ ഒരു കോളംസ് എന്ത് ചെയ്യുന്നു, ഇല്ലാതായി പോയിട്ട് ഒന്നിലേക്കായിട്ട് ചേരുന്നു. അപ്പൊ നമുക്ക് 2 minus 1 2 minus 1 ആകുമ്പോൾ 1 കിട്ടുന്നു. പക്ഷെ 1 minus 1 2 minus 1 ആകുമ്പോൾ 0 ആണ് കിട്ടുന്നത്. 0 ആകുമ്പോൾ ഡിഗ്രി ദിസ് ഇസ് മീനിങ്ലെസ്. So we apply the correction known as Yates correction for continuity. അപ്പൊ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന ഒരു കറക്ഷൻ മെത്തേഡിനെയാണ് പറയുന്നത് Yates correction. So what is Yates correction? When 2 into 2 table, the calculating chi-square quantity, we estimate the theoretical frequencies. If a theoretical frequency is less than, that means expected value is less than, then we use pooling method. While applying pooling method, we add a frequency which is less from 5, that is adjacent frequency. That case, take the case 2 into 2 contingency table. Here degree of freedom 2 minus 1 ആയിരുന്നു നമുക്ക്. In this, suppose we apply pooling method apply ചെയ്യുകയാണെങ്കിൽ degree of freedom become 0 ആയിട്ട് മാറും. This is meaningless. Then we can apply correction known as Yates correction. Yates correction. അപ്പൊ Yates correction എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ Yates correction ഏതിൽ അപ്ലൈ ചെയ്യുന്നത്? 2 into 2 ടേബിളിലാണ് അപ്ലൈ ചെയ്യുന്നത്. കൺസിഡർ 2 into 2 ടേബിൾ, that is ABCD. Then നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷൻ ആണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പൂൾ ചെയ്തിട്ട് 1 കോളം ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ പൂൾ ചെയ്യാൻ നിൽക്കരുത്. അതിന് പകരമായിട്ടുള്ള ഇക്വേഷനിൽ വേറൊരു 0.5 ആഡ് ചെയ്യും. സപ്പോസ് A is less than 5, we add 0.5 with A. Correspondingly, we subtract 0.5 from B, C, D and then ഏതിനാണോ നമ്മൾ കുറവുള്ളെങ്കിൽ വി ആഡ് 0.5 വിത്ത് എ. സപ്പോസ് എയിലാണ് വാല്യൂ കുറവെങ്കിൽ, എ ആണ് 4 ആയിട്ട് നിൽക്കുന്നതെങ്കിൽ എന്റെ കൂടെ എന്ത് ചെയ്യുന്നു, 0.5 ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സിൽ നിന്നും 0.5 മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി മാറുന്നു? ഇക്വേഷൻ വിൽ ബി, സപ്പോസ് എന്റെ കൂടെയാണ് കുറവെങ്കിൽ, എയിലാണ് 5 കുറവെങ്കിൽ എയിൽ മാത്രം എന്ത് ചെയ്യുന്നു, 0.5 ആഡ് ചെയ്യുന്നു. ഒരു മിനിറ്റ്, എയില് മാത്രം 0.5 ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ളതിലൊക്കെ എന്ത് ചെയ്യുന്നു, മൈനസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ മൈനസ്, ഇവിടെ മൈനസ്. എന്റെ കൂടെ മാത്രം ആഡ് ചെയ്യുക 0.5. ബിയിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, സിയിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, ഡിയിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, ദെൻ എയിൽ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ. അപ്പൊ എന്റെ കൂടെ മാത്രം 0.5 ആഡ് ചെയ്യുന്നു, ഡിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, എന്റെ കൂടെ ഉള്ളതിലും 0.5 ആഡ് ചെയ്യുന്നു. എ ഡി ദെൻ എ ഡിയിൽ 0.5 ആഡ് ചെയ്യുന്നു, ബാക്കിയുള്ളതിലൊക്കെ എന്ത് ചെയ്യുന്നു, 0.5 മൈനസ് ചെയ്യുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നതിനാണ് യാറ്റ്സ് കറക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ 0.5 ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷൻ വിൽ ബി എന്തായിരിക്കും, എ ഡി മൈനസ് ബി സി. അതായത് നേരത്തെ ഇക്വേഷൻ മൈനസ് n/2 അതിനെ ഹാഫ് ചെയ്യുന്നു, ദെൻ സ്ക്വയർ ഇൻറ്റു n ഡിവൈഡഡ് ബൈ മൈനസ് n/2 ഹാഫ് എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്തിട്ട് അതിന് സ്ക്വയർ ചെയ്തു. മറ്റെന്തായിരുന്നു, എ ഡി മൈനസ് ബി സി സ്ക്വയർ അല്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്തു, n/2. ഇതിലല്ല, ഇത് അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു മൈനസ് n/2 എന്നുള്ളത് അപ്ലൈ ചെയ്തുകൊണ്ട് ഇക്വേഷൻ എന്തായിരുന്നു മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ.
Then where AD minus BC stands for numerical value of AD minus BC. Okay, same തന്നെയാണ്. If n is large, the use of Yards correction will make very little difference in the value of chi-square. If n is small, the application of Yards correction may overstate the probability. അപ്പോൾ n large ആകുമ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ചേഞ്ച് ഉണ്ടാവുള്ളൂ. പക്ഷെ n ചെറുതാവുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, ഇതൊന്നും കൂടെ ആ ഒരു പ്രോബബിലിറ്റിയെ ഓവർസ്റ്റേറ്റ് ചെയ്യുന്നു. Then Yards correction be applied to every 2x2 table even if no theoretical frequency is less than 5. ചില സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ യാഡ്സ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് വാല്യൂസ് ഇസ് ലെസ് ദാൻ 5 ആവുന്ന സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക. പക്ഷേ പല സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരും എല്ലാ കേസിലും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്ത് കാണുന്നുണ്ട്. എല്ലാ 2x ടേബിളിലും ഈ യാഡ്സ് കറക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കാണാറുണ്ട്. The next last method ആണ് chi-square last method. This is parametric test for chi-square test. chi-square test നമ്മൾ പറയുമ്പോൾ എന്താണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. പക്ഷെ ഇതിൽ എന്തുണ്ട്, ഒരു പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്. ദിസ് ഇസ് പാരാമെട്രിക് ടെസ്റ്റ് ഫോർ population variance, parametric test. Chi-square can be used for testing the given population variance to test whether there is any significant difference between sample variance and population variance. നമ്മൾ നേരത്തെ സെറ്റ് ടെസ്റ്റ് പറഞ്ഞിരുന്നില്ലേ, പോപ്പുലേഷൻ സാമ്പിൾ വേരിയൻസും പോപ്പുലേഷൻ വേരിയൻസും തമ്മിൽ മെഷർ ചെയ്യാൻ വേണ്ടി, അതിന്റെ വേരിയൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് chi-square ടെസ്റ്റ് ആണ്. അതർവൈസ് സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സെറ്റ് ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് സാമ്പിൾ വേരിയൻസും ദെൻ പോപ്പുലേഷൻ വേരിയൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാൻ വേണ്ടി സ്മോൾ സാമ്പിൾസിന്റെ കേസിൽ അപ്ലൈ ചെയ്യുന്നത് chi-square ടെസ്റ്റ് ആണ്. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ ഫോർമുല NS square divided by standard deviation square. NS square divided by standard deviation square. Here NS means N is the sample size, S square is the sample variance, sample variance, that is standard deviation square of samples, and standard deviation is the population variance, the degree of freedom n minus 1. This just apply ചെയ്യുന്നുള്ളൂ. That is chi-square test for population variance. അപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. The standard deviation of sample 10 observation from a normal population was found to be 5. Standard deviation of a sample ആണ്. Sample 10 ആണ് കിട്ടുന്നത്. 10 n is equal to 10 ആണ്. From a normal population was found to be 5. That is sample variation means S അല്ലേ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് തന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ 5 ആണ്. അപ്പൊ S സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ. എക്സാമിൻ വെദർ ദിസ് കൺസിസ്റ്റന്റ് വിത്ത് ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് 5.3. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിട്ടുണ്ട് 5.3. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. n is equal to 10 ആണ്. 10 into 5 square divided by 5.3 square, that is 8.9. The degree of freedom n minus 1 എന്നുള്ള ഡിഗ്രി സാമ്പിൾ ആണ്. സാമ്പിൾ 10 ആണ്. 10 minus 1 that is 9. The table value chi-square for 9 degrees of freedom, 5% level of significance is equal to 16.9. So 16.9 is calculated value. Table value, calculated value is 8.9. 8.9 members calculated value is less than table value, that is accepted. Accepted എന്തായിരുന്നു, നമ്മൾ രണ്ട് വാല്യൂസും തമ്മിൽ എന്താണ്, we accept population standard deviation equal ആണെന്നുള്ള ആ രീതിയിലാണ് എടുത്തത്. population standard deviation is 5.3. ഇതാണ് chi-square ടെസ്റ്റിലുള്ള ഒരു പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്. നാലാമത്തെ യൂസ്. അങ്ങനെ 3 യൂസസ് ആണ്. 3 നോൺ പാരാമെട്രിക് യൂസും 4th one is പാരാമെട്രിക് യൂസ് ആണ് chi-square നുള്ളത്. അതോടുകൂടി chi-square ചെയ്യാം.